വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്: വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റ് ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലാകിയാൽ ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റ് ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്: ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാസമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു. പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. അവരോട് അവൻ: എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനോ അത്ഭുതം കാണുവാനോ അവൻ്റെ അടുക്കൽ വന്നു. ഓരോ പട്ടണത്തിൽ നിന്ന് വന്നു. വലിയൊരു പുരുഷാരമായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനും അത്ഭുതം കാണാനും വന്നു എന്നാണ്. യേശുവിനെക്കുറിച്ച് അവർ കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ കാണാൻ വന്നപ്പോൾ ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതും മറ്റാരും ഇതുവരെ പറയാത്തതുമായ എന്തെങ്കിലും കാര്യം യേശു പറയണമായിരുന്നു എന്ന് ശിഷ്യന്മാർ വിചാരിച്ചു കാണും. കാരണം നേതാക്കന്മാർ വലിയ മീറ്റിങ്ങുകളിൽ ആണല്ലോ പ്രധാനപ്പെട്ട വിളംബരങ്ങൾ നടത്തുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമെന്നും വലിയ എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെന്നും ഒക്കെ ശിഷ്യന്മാർ പ്രതീക്ഷിച്ച ഒരു അവസരമായിരുന്നു അത്. എന്നാൽ ഈ പുരുഷാരം യേശുവിൽ നിന്നും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം കേൾക്കുവാനായി കാതോർത്തിരുന്നപ്പോൾ യേശു അവരോട് പറഞ്ഞത് വളരെ ലളിതവും വിചിത്രവുമായൊരു കാര്യം. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. വിത്ത് പല തരത്തിലുള്ള സ്ഥലത്ത് വീണു. പലതരത്തിൽ ആ വിത്തുകൾ മുളച്ചു വരികയും ഫലം കായ്ക്കുകയും ചെയ്തു. ഇത് ഏതു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. പലസ്തീനിൽ കർഷകരായിരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. കർഷകരല്ലാത്തവരും ഇത് കണ്ടിട്ടുണ്ട്. കാരണം ആളുകൾ കൃഷി ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെയാണല്ലോ. ഇത് അറിയാത്ത ഒരു ചെറിയ കുട്ടി പോലുമില്ല. വിത്ത് പാറപ്പുറത്ത് വീണ് വളരുകയില്ലെന്നും മുള്ളിനിടയിൽ വീണ വിത്ത് ഫലം കൊടുക്കുകയില്ലെന്നും വിത്ത് കാക്കയോ മറ്റ് പക്ഷികളോ എടുത്തുകൊണ്ട് പോയാൽ അത് വളരുകയില്ലെന്നും എല്ലാവർക്കും അറിയാം. ഈ വലിയ പുരുഷാരത്തിൻ്റെ മുൻപിൽ 3-4 വാചകങ്ങളിൽ യേശു ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു.
ഇത് കേട്ടതും ശിഷ്യന്മാർ യേശുവിനെ രഹസ്യമായി ചോദ്യം ചെയ്യുകയാണ്. അവർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചു. എന്തിനാണ് ഈ ഉപമ പറഞ്ഞത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത്ര ലളിതമായ ഈ കാര്യം ഈ വലിയ പുരുഷാരത്തോട് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഇത് അവർക്കറിയണമായിരുന്നു. അവർ യേശുവിനോട് ചോദിച്ചു. യേശു അതിന് പറഞ്ഞ മറുപടിയാണ് 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക്, അതായത് ശിഷ്യന്മാർക്ക്, വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്ക് കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളില്ലത്രേ. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ ഉപമ പറഞ്ഞത് 2 കാരണം കൊണ്ടാണ്. ചില ആളുകൾക്ക് ഇത് മനസ്സിലാകണം, ചില ആളുകൾക്ക് ഇത് മനസ്സിലാകരുത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണിത്, നിങ്ങൾക്ക് മനസ്സിലാവും. ശിഷ്യന്മാരോട് താൻ പറഞ്ഞു. എന്നാൽ ശേഷമുള്ളവർക്ക് ഇത് മനസ്സിലാകില്ല. എന്താണ് ശിഷ്യന്മാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം? ശിഷ്യന്മാർ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ടു, തൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, മറ്റുള്ളവരും അത് കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. എന്നാൽ ശിഷ്യന്മാർക്കൊരു വ്യത്യാസമുണ്ട്. അവർ യേശു പറഞ്ഞത് വിശ്വസിച്ചു, അനുസരിക്കുവാൻ തയ്യാറായി, യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. മറ്റുള്ളവർ സമയമുണ്ടെങ്കിൽ നല്ല പ്രസംഗം കേൾക്കാൻ വരും, അത്ഭുതം കാണാൻ വരും, അപ്പം തിന്നാൻ വരും. അത്തരം ആളുകളോട് യേശുവിന് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ താല്പര്യമില്ല. അവർക്കത് മനസ്സിലായിട്ട് കാര്യമില്ല എന്നാണ് യേശു പറയുന്നത്. എന്നാൽ ശിഷ്യന്മാർ അവർക്ക് മനസ്സിലായ കാര്യം അനുസരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അവർ തയ്യാറായി. അവർക്ക് കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ഉപമ പറഞ്ഞത്. അതേസമയം അനുസരിക്കാൻ മനസ്സില്ലാത്തവരോട് തനിക്ക് ഒന്നും പറയാനില്ല. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അതിൻ്റെ പുറകിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കേൾക്കുന്നവർ അനുസരിക്കണം. അല്ലാതെ അവരുടെ അറിവ് വർദ്ധിക്കുവാനോ അവരുടെ ആകാംക്ഷയ്ക്ക് ശമനം വരുത്തുവാനോ അവർക്കൊരു ഡിഗ്രി ലഭിക്കാനോ പാണ്ഡിത്യമുള്ളവരാക്കി അവരെ മാറ്റുവാനോ അല്ല ദൈവം വെളിപ്പാടുകളെ നൽകുന്നത്. കേൾക്കുന്ന കാര്യം അവർ അനുസരിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് അനുസരിക്കാൻ മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഈ വലിയ പുരുഷാരം, ഇസ്രയേൽ ജനത മുഴുവൻ, ഇസ്രയേൽ ഒരു രാജ്യമെന്ന നിലയിൽ അവർ യേശുവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഇനിയും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർ കാണും, കേൾക്കും, പക്ഷേ മനസ്സിലാക്കുകയില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു പ്രവചനമാണ്. മെശീഹയുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കുമെന്നൊരു പ്രവചനമുണ്ട്. ആ പ്രവചന നിവൃത്തി കൂടിയാണ് താൻ ഉപമകളായി അവരോട് സംസാരിച്ചത്. അതിനുശേഷം താൻ ഈ ഉപമയുടെ അർത്ഥം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഉപമയിൽ 4 തരം നിലത്തും വിതച്ചത് ഒരേ തരത്തിലുള്ള വിത്താണ്, ദൈവവചനം. ദൈവവചനം അതൊന്നേ ഉള്ളൂ, അതിന് മാറ്റമില്ല. എന്നാൽ വ്യത്യാസമുള്ളത് മണ്ണിനാണ്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള നിലങ്ങൾക്കാണ്. ഒരേ ദൈവവചനം വിവിധ തരത്തിലുള്ള ആളുകൾ സ്വീകരിക്കുകയും വിവിധ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. അത് എന്തൊക്കെയാണ് എന്ന് താൻ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ കൂട്ടർ, വഴിയരികെ ഉള്ളവർ, കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ദൈവവചനം നല്ലതാണെന്ന് പറയുന്നവരല്ല, ദൈവവചനം കേൾക്കാൻ പോകുന്നവരല്ല, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരല്ല. ദൈവവചനം വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ഇത്
ഇന്ന് പല ആളുകളും പ്രസംഗിക്കാറില്ല, പറയാറില്ല, എങ്കിലും പിശാചിനതറിയാം. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു വ്യക്തി ദൈവവചനം കേട്ടാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ദൈവവചനം എടുത്തു കളയുവാൻ പിശാച് ഉത്സാഹിക്കുന്നത്. വഴിയരികിൽ ഒരു വിത്ത് വീണാൽ അത് പക്ഷികൾക്ക് തിന്നുവാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ ദൈവവചനം കേട്ട ഒരാളുടെ ഹൃദയത്തിൽ ആ വിത്ത് വീണു. കാരണം ഹൃദയത്തിൽ നിന്നാണ് പിശാച് ഇത് എടുത്തു കളയുന്നത്. എന്നാൽ ഹൃദയത്തിൽ ആ വിത്ത് യാതൊരു പരിവർത്തനവും വരുത്തിയില്ല. ആ വിത്ത് അവിടെ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ പിശാച് ഹൃദയത്തിൽ നിന്നും ആ വിത്ത് എടുത്തു കളഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ദൈവവചനം കേൾക്കും, അപ്പോൾ തന്നെ അത് മറന്നു കളയും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവവചനം എടുത്തു കളയുവാൻ പിശാചിന് എളുപ്പമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവവചനം കേട്ട ഈ വ്യക്തി ഒരിക്കലും ദൈവവചനം കേൾക്കാത്ത വ്യക്തിയെപ്പോലെ ആയിത്തീരുകയാണ്. രണ്ടാമത്തെ കൂട്ടർ പാറമേൽ വിത്ത് വീണതുപോലെയുള്ളവർ. പാറപ്പുറത്ത് ഒരു വിത്ത് വീണാൽ അല്പം ഈർപ്പം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, അതിന് മുളയ്ക്കുവാൻ സാധിക്കും. എന്നാൽ അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർ പിന്മാറിപ്പോകും. പാറപ്പുറത്ത് വീഴുന്ന വിത്ത് അത് ദൈവവചനമാണെങ്കിലും നമ്മുടെ കർത്താവ് പറയുന്നത് ആ വിത്തിന് വേരുണ്ടാകുന്നില്ല എന്ന് വച്ചാൽ ആ പാറയും വിത്തുമായി യാതൊരു ബന്ധവുമില്ല. വേരുണ്ടെങ്കിലേ അത് വീഴുന്ന മണ്ണുമായി ആ വിത്തിന് ബന്ധമുണ്ടാകുകയുള്ളൂ. വേര് പിടിക്കുവാനുള്ളൊരു സാഹചര്യം പാറയുടെ മുകളിലില്ല. അവർ ഒരുപക്ഷെ കിളിർക്കും, പക്ഷേ വളരുകയില്ല. ആ ചെടിക്ക് സ്വയമായി വളരാനോ നിലനിൽക്കാനോ കഴിയുകയില്ല. അതിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. ചില ആളുകൾ ഇങ്ങനെയാണ്. അവർ ദൈവവചനം കേൾക്കുകയും വിശ്വസിക്കുകയും അത് സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രലോഭനവും അവരുടെ വാഗ്ദത്തങ്ങളും കേട്ടിട്ടാണ്. ഒരിക്കലും ഒരാൾക്ക് തൻ്റെ ആത്മീക ജീവിതം മറ്റുള്ളവരുടെ മേൽ അടിസ്ഥാനപ്പെടുത്തി നടത്തുവാൻ സാധിക്കുകയില്ല. നല്ല പ്രസംഗകരോ നല്ല സഭാപാലകരോ പാസ്റ്റർമാരോ ആത്മീക നേതാക്കന്മാരോ ഉണ്ടായിരിക്കാം. എന്നാൽ ആർക്കും അവരുടെ മേൽ അടിസ്ഥാനപ്പെട്ട ഒരു ആത്മീക ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. ഓരോ വ്യക്തിക്കും സ്വന്തമായി വേരുണ്ടായിരിക്കണം. സ്വയമായി ദൈവത്തിൽ ഉള്ള വിശ്വാസം, ദൈവവുമായുള്ള ബന്ധം, അതിൽ നിന്നാണ് ആത്മീക ജീവിതം ഉടലെടുക്കുന്നത്. മറ്റ് സഭാപാലകരോ ആത്മീയ നേതാക്കളോ അവരെ അതിന് സഹായിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി അത് ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മത്തായി സുവിശേഷത്തിൽ 10 കന്യകമാരുടെ ഉപമ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ എണ്ണയുണ്ടായിരുന്ന കന്യകമാരുടെ എണ്ണ അവർക്ക് മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. ആ എണ്ണ കൊണ്ട് വേറെ ആർക്കും പ്രയോജനമുണ്ടായില്ല. ഓരോ വ്യക്തിയുടെയും ആത്മീക ജീവിതം അങ്ങനെയാണ്. സ്വയമായി വേരുണ്ടായിരിക്കണം. ആത്മീക ജീവിതത്തിൽ ഉറപ്പായി സംഭവിക്കുന്ന ഒരു കാര്യം പരീക്ഷ നേരിടുക എന്നതാണ്. പരീക്ഷ നേരിടുവാൻ സാധിക്കാത്ത ഒരാൾ ക്രിസ്ത്യാനിയല്ല. അയാളുടെ വിശ്വാസം വാസ്തവമാണോ എന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരമായി ദൈവം എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ പരീക്ഷ അനുവദിക്കും. അവന് വേരുണ്ടെങ്കിൽ, അവന് യഥാർത്ഥമായ ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ അവൻ നിലനിൽക്കും. ഇല്ലെങ്കിൽ പിൻവാങ്ങിപ്പോകും. മൂന്നാമതായി മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ച് യേശു പറഞ്ഞു. ആ വിത്ത് കിളിർത്തു വളർന്നൊരു ചെടിയായി. പക്ഷേ ആ ചെടിയോടൊപ്പം തന്നെ മുള്ളുകളും വളർന്നിരുന്നു. ഈ ചെടിക്ക് ഫലം കൊടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതിനോടൊപ്പം ഉണ്ടായിരുന്ന മുള്ളുകൾ ആ ചെടിയെ നിർഫലമാക്കി. എന്താണ് മുള്ളുകളെന്ന് കർത്താവ് പറഞ്ഞു. 3 കാര്യങ്ങളോടെ പറയുന്നു. ചിന്തകൾ, ധനം, സംസാരഭോഗം. ചിന്ത എന്ന് പറഞ്ഞാൽ ആവലാതി അല്ലെങ്കിൽ ആകാംക്ഷ, വറി. അനാവശ്യമായി കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുകയും അതിനു വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത് ധനം.
പണം അതിൽ തന്നെ ഒരു മോശമായ കാര്യമാണ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്ന് ബൈബിൾ പറയുന്നു. ആത്മീക കാര്യങ്ങളെക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ, അവർക്ക് പണവും പണസമ്പാദനവുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നീട് മൂന്നാമതായി സംസാരഭോഗങ്ങൾ. ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ സുഖങ്ങൾ വേണം, എന്തൊക്കെ പ്രതാപം വേണം, ഈ ലോകത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് സമയം കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നവർ. ചിന്ത, ധനം, സംസാരഭോഗം, ഈ 3 കാര്യങ്ങളാണ് മുള്ളുകളായി കർത്താവ് പറയുന്നത്. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് പലരും ചോദിക്കും. അല്ല, തെറ്റല്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. എന്നാൽ ചില ആളുകൾ ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നവരാണ്. അവരെക്കുറിച്ച് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്. അവർ ഈ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു എന്ന് വച്ചാൽ അവർക്ക് പ്രാധാന്യമുള്ള കാര്യം ഈ ലോകത്തിലുള്ളത് മാത്രമാണ്. ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവരെ വിളിക്കുന്നത് ക്രൂശിൻ്റെ ശത്രുക്കളെന്നാണ്. അവർ ക്രിസ്ത്യാനികളെന്നുള്ള പേരുള്ളവരാണ്. പക്ഷേ അവർ ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് അവരെക്കുറിച്ച് പൗലോസ് പറയുന്നു, അവരുടെ അന്ത്യം നാശം. താൻ കരഞ്ഞുകൊണ്ടാണത് പറയുന്നത്. കാരണം അവർ ഈ ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. അവർ ഫലം കൊടുക്കാത്തവരാണ്. നാലാമതായി താൻ നല്ല മണ്ണിനെക്കുറിച്ച് പറയുന്നു. അവിടെ വിത്ത് വീണ് കഴിയുമ്പോൾ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. വിത്ത് ഹൃദയത്തിൽ വീഴണം, ഹൃദയം അത് സംഗ്രഹിക്കണം. ഉടനെ ഫലമൊന്നും കണ്ടു എന്ന് വരികയില്ല. ഒരു വിത്തും വിതച്ച ഉടനെ ഫലം നൽകാറില്ലല്ലോ. ഒരു കൃഷിക്കാരൻ വിത്ത് വിതച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കും. അപ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഇത് ദൈവവചനത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. ഒരു വ്യക്തി ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പലരും പറയുന്ന പോലെ ഉടൻ തന്നെ വലിയൊരു മാറ്റമൊന്നും സംഭവിച്ചു എന്ന് വരികയില്ല. എന്നാൽ ക്ഷമയോടെ അവർ ഫലം കൊടുക്കും. അവരുടെ ജീവിതത്തിൽ ക്രമാനുഗതമായൊരു മാറ്റമുണ്ടാകും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന അവകാശികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ക്രമമായ ഒരു വളർച്ച കാണാൻ സാധിക്കും. ഒരു രൂപാന്തരം കാണുവാൻ സാധിക്കും. അവരുടെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി അവർ മാറുന്നത് കാണുവാൻ സാധിക്കും. ഇത് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാണ്. ദൈവവചനം കേട്ടാൽ പോരാ, അത് സംഗ്രഹിച്ച് അതനുസരിച്ച് ഫലം കൊടുക്കണം. അതിനെക്കുറിച്ചാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അതിനുശേഷം താൻ പറയുന്നത്, ഇത് പ്രകടമായി വരും. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അതിനുശേഷം താൻ പറയുന്നു, വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ഇത് നല്ല കാര്യത്തെക്കുറിച്ചും ചീത്ത കാര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. താൻ പറഞ്ഞ ഈ ഉപമയുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചാൽ, ഒരു വിത്ത് നല്ല മണ്ണിൽ വീഴുന്നത്, അതിന് വേരുണ്ടാകുന്നത്, ഇതൊന്നും ആരും കാണുകയില്ല. അത് രാത്രിയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഒരു ചെടി വളർന്ന് അത് ഫലം നൽകുമ്പോൾ മാത്രമാണ് ഈ ചെടി നല്ല മണ്ണിൽ വീണ ഒരു വിത്തിൻ്റെ ഫലമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ വിത്ത് മണ്ണിൽ വീണപ്പോൾ ഉണ്ടായ പ്രവൃത്തി അത് ഗൂഢമായിരിക്കുന്നതാണ്. എന്നാൽ അത് വെളിച്ചത്ത് വരും. അതുപോലെ തന്നെ ഒരാൾ വിത്ത് വിതച്ചു, എന്നാൽ അനേക നാളുകൾക്ക് ശേഷം ഫലമൊന്നും ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിത്ത് വീണ നിലം നല്ലതായിരുന്നില്ല, ആ നിലത്തിൻ്റെ പ്രതികരണം നല്ലതായിരുന്നില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകും. ദൈവവചനത്തോട്
നാം എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതികരിക്കുന്നു എന്നത് തീർച്ചയായും വെളിച്ചത്ത് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ഉപമ അതിനെക്കുറിച്ചാണ്. എങ്ങനെ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നു. ചിലർക്ക് ദൈവവചന കേൾവി ഒരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു വിനോദമാണ്. നല്ല പ്രസംഗമായിരിക്കണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എന്തിനാ 1/2 മണിക്കൂർ സമയം അല്ലെങ്കിൽ 45 മിനിറ്റ് സമയം വിനോദത്തിനായി ഉപയോഗിക്കുകയാണ്? അല്ല, നിങ്ങൾ എങ്ങനെ ദൈവവചനം കേൾക്കുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഇത് വാസ്തവത്തിൽ യേശു ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് പല കാര്യങ്ങളും ഉണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നിയിരുന്നു. അവർക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ന്യായപ്രമാണം, പ്രവാചകന്മാർ, ക്രിസ്തുവും അവരിൽ നിന്നല്ലോ വരുന്നത്. ഇതൊക്കെ നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അവർ ദൈവവചനം ശരിയായി കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാഞ്ഞതുകൊണ്ട് അവർക്കുണ്ടെന്ന് തോന്നിയ കാര്യങ്ങൾ, ദൈവവചനം, വാഗ്ദത്തങ്ങൾ, ക്രിസ്തു, ഇതൊക്കെ യഹൂദന് മാത്രമായിരുന്നു. പക്ഷേ ഇന്നത് ജാതികൾക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ ജനതയുമായി ബന്ധിപ്പിച്ചത് യേശുവിൻ്റെ അമ്മയാണ്. കാരണം അവളാണ് ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയുടെ സന്തതി, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച യേശു. അവർ വന്ന്, ഈ അമ്മയും സഹോദരന്മാരും വന്ന്, അവർ അകത്ത് കയറിയില്ല, പുറത്തു നിന്നിട്ട് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ വലിയ പുരുഷാരം നിൽക്കുന്ന സമയത്ത്, വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അകത്ത് വരാൻ പോലും തയ്യാറാകാതെ പുറത്ത് നിന്നിട്ട്, അവൻ്റെ അമ്മയാണ് ഞാൻ, അവൻ്റെ സഹോദരന്മാരാണ് ഞങ്ങൾ, അവനോട് വരാൻ പറയുക. അവർ ഒരു പക്ഷേ അവരുടെ അധികാരം കാണിക്കുവാൻ അവിടെ ശ്രമിച്ചു കാണും. യേശു അവരോട് പറഞ്ഞതെന്താണ്? യേശു തൻ്റെ കൂടെ നിന്ന ആളുകളോട് പറഞ്ഞതെന്താണ്? എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ. ഈ ഉപമ തൊട്ട് 21-ാം വാക്യത്തിൽ താൻ തൻ്റെ അമ്മയും സഹോദരന്മാരോടും പറയുന്ന മറുപടി വരെ യേശു ഒരേ കാര്യമാണ് പറയുന്നത്. ദൈവവചനം കേൾക്കണം, അത് ചെയ്യണം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. യേശു എൻ്റെ സ്വന്തക്കാരനാണ്, എൻ്റെ മകനാണ്, എൻ്റെ സഹോദരനാണ് എന്നിവർക്ക് പറയാമായിരുന്നു. പക്ഷേ യേശു അത്തരക്കാർക്കല്ല വില കൊടുത്തത്. മറിച്ച് തൻ്റെ വചനം കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നവർ, അവരാണ് എൻ്റെ സ്വന്തക്കാർ, അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് താൻ പറഞ്ഞു. പ്രിയ സുഹൃത്തേ, നിങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവവചനം കേട്ടു? എത്ര പ്രാവശ്യം നിങ്ങൾ നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞു? ഇതല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രസംഗമേ കേട്ട് കാണുകയുള്ളൂ. നിങ്ങൾ ഒരു പ്രസംഗമേ കേട്ട് കാണുകയുള്ളൂ. ആ പ്രസംഗത്തിൽ കേട്ട ദൈവവചനം നിങ്ങൾ അനുസരിച്ചോ? അതാണ് ദൈവം നോക്കുന്നത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനം കേൾക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നല്ല നിലത്ത് വീണ വിത്തുപോലെ ദൈവവചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന് ശേഷം ക്ഷമയോടെ ഫലം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.